ആ അളിയാ അളയാ നീ എങ്ങോട്ടാ പോന്നെ? ഞാനാ കോളേജില് ആർട്സിന്റെ പരിപാടിയാണ്. അപ്പൊ ഞാൻ അവിടുന്ന് മാറി നിന്നാ ശരിയാവൂല. ഞാൻ അവിടെ പോയി നിൽക്കാം. അവിടെ പോയി നിൽക്കാനാ? കോളേജ് ഹോസ്റ്റലില് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ തിരിച്ചു വരുള്ളൂ. യേശുമാമൻ പോണു മക്കളെ. യേശുമാമൻ പോയിട്ട് പിന്നെ വരാം. നീ എന്നിട്ട് പോകുന്നവരൊന്നും നേരത്തെ പറഞ്ഞില്ലല്ലോ. അത് എനിക്ക് പെട്ടെന്നാ ഓർമ്മ വന്നത്. അതുകൊണ്ട് തീരുമാനമൊക്കെ പെട്ടെന്നായിരുന്നു. പോകുന്നതൊക്കെ കൊള്ളാം, വണ്ടി എടുക്കണ്ടാട്ടാ. അല്ല വേറെ ഒന്നും കൊണ്ടല്ലേ, ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വണ്ടിയുടെ ഒക്കെ ആവശ്യം വന്നല്ല. സിദ്ധുവിന് ചിലപ്പോൾ പുറത്തൊക്കെ പോകേണ്ട വല്ല ആവശ്യം വരുമായിരിക്കും. എത്തിയിട്ട് വിളിക്കണേ. നിനക്കും എന്നാ വേണ്ട എടാ. പോട്ടാ. അനിയാന്നിൽ എന്ത് ചേച്ചി? എന്താ അനിയാ നിന്റെ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, പോണ അത്ര. ഞാനേ കാര്യം നോക്കി ഒരെണ്ണം കൊടുത്താലേ. നോ വയലൻസ്, നോ വയലൻസ്. അളിയാ അളിയ പ്രശ്നമൊക്കെ എനിക്ക് മനസ്സിലായി. എന്ത് പ്രശ്നം? കേശുവേ, ഓ നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നു ഞാൻ ജന്മത്ത് വിചാരിച്ചിട്ടില്ല. അളിയാ ഞാൻ കൂടിപ്പോയി കഴിഞ്ഞ ഒരു 1.5 മാസം ഇവിടെ ഉണ്ടാവും. അതുവരെ ഞാനൊന്ന് കയറി വിറകട്ടാ. അങ്ങനൊന്നും ഇല്ലല്ലേ. എങ്ങനെയൊന്നും ഇല്ല അളിയാന്ന്. അളിയാ ഇവിടെ നീ കഴിഞ്ഞേ ബാക്കി എല്ലാരും ഉള്ളൂ. എന്തിനാടാ കൂടുതൽ പറഞ്ഞത്? ലെച്ചൂസിന് പോലും നീയാണ് മെയിൻ. ഇങ്ങനെ കൂടി പോയ 2 മാസം കൊണ്ട് ഇവിടെ കാണും. ആ 2 മാസം ഇങ്ങനെയാണ് ഇവിടുത്തെ മെയിൻ. ഇങ്ങനെ അങ്ങ് വിചാരിച്ചോട്ടേടാ. അത് ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ കിടന്ന് പെടാപ്പാട് വിടുക. അതിന്റെ ഇടയിലാണ് നിന്റെ ഒരുമാതിരി വൃത്തികെട്ട കോംപ്ലക്സ് ബാഗ് എടുത്തോണ്ടുള്ള ഒരു പോക്കും. പിന്നെ സിദ്ധു നേരത്തെ പറഞ്ഞില്ലേ, ഈ വീട്ടിലുള്ളവർക്കും എനിക്കും നീ കഴിഞ്ഞിട്ടേ സിദ്ധു ഉള്ളൂ. എന്തിന്? ആ കല്ലുവിന് പോലും. ശരിക്കും പിന്നെ അല്ലാണ്ട് അതങ്ങനെ തന്നെ ആയിരിക്കൂലേ. അളിയാ അതിനുണ്ണിപ്പം വേണ്ടേ? ഇതൊരു ചോദ്യം അളിയാ. പിന്നെ വേണ്ടേ? അകത്തുനിന്ന് ഗുമുകുമാന്നോളം മണം അടിച്ചിട്ടുണ്ടല്ലേ, കടിച്ചു പിടിച്ചിട്ടാണ് ഇറങ്ങി വന്നത്. വീട്ടുകാരുടെ സ്നേഹം കാരണം ഒരു മനുഷ്യനെ എങ്ങോട്ടും വിടത്തുമില്ല. കഴിച്ചോ?